ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ക്ലാസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ക്ലാസ്സിന് റെഡി ആണല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന പുതിയ അധ്യായം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് ശ്രമങ്ങൾ മൂലകങ്ങളെ വർഗീകരിക്കാനായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏതാനും ചില ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ആദ്യമായിട്ട് മൂലക വർഗീകരണത്തിന് തുടക്കമിട്ടത് ലാവോസിയയാണ്. അദ്ദേഹം അലോഹങ്ങളെന്നും ലോഹങ്ങളെന്നും തരംതിരിച്ചു. എന്നാൽ ഉപലോഹങ്ങൾ കണ്ടെത്തിയതോടെ അവയെ ഈ രണ്ട് ഗ്രൂപ്പിലും ഉൾപ്പെടുത്താൻ കഴിയാതെ വന്നു. അങ്ങനെയാണ് ലാവോസിയയ്ക്ക് ശേഷം ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത് ഡോബ്രെയ്നറാണ്. ഡോബ്രെയ്നർ എന്ത് ചെയ്തു? മൂന്ന് മൂലകങ്ങൾ ഉൾപ്പെടുന്ന ത്രികങ്ങളായിട്ട് മൂലകങ്ങളെ ക്രമീകരിച്ചു അല്ലേ? എന്നാൽ അതിനും ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 1866 കാലഘട്ടത്തിൽ ന്യൂലാൻഡ്സ് അന്നറിയപ്പെട്ടിരുന്ന 56 മൂലകങ്ങളെ ക്രമമായിട്ട് എഴുതി അല്ലേ? അപ്പോൾ എന്താ അദ്ദേഹം കണ്ടത്? അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ അതേ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അഷ്ടമ നിയമം ഉണ്ടാക്കി. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതൊന്നുകൂടി ടീച്ചർ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ന്യൂലാൻഡ്സിൻ്റെ അഷ്ടമ നിയമത്തിനും ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളെയൊന്നും അതിൽ ഉൾപ്പെടുത്താൻ അന്ന് കഴിഞ്ഞിട്ടില്ല. അപ്പം ഇവിടെയും എന്താണ്, നമ്മുടെ മൂലകത്തിൻ്റെ വർഗീകരണം പൂർത്തിയായില്ല അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂലകങ്ങളുടെ വർഗീകരണം പട്ടികയിലൂടെ. മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കിയത് റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് ആണ്. ആരാണ്? ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ്. മൂലക വർഗീകരണത്തിന് ആദ്യമായിട്ടൊരു പട്ടിക രൂപത്തിൽ എഴുതിയത് ആരാണ്? ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് ആണ്. നിങ്ങൾ ഫോട്ടോ കണ്ടില്ല? ഇതാണ് മെൻഡലിയേഫ്. ഇദ്ദേഹം പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്ന പേരിലാണ് ഇന്നറിയപ്പെടുന്നത്. ആദ്യമായിട്ടൊരു പീരിയോഡിക് ടേബിൾ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ മുമ്പ് ഒരു പീരിയോഡിക് ടേബിൾ ആദ്യമായിട്ടുണ്ടാക്കിയ ആളാണ് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ്. അപ്പോൾ അദ്ദേഹം എന്താണ് അറിയപ്പെടുന്നത്? അദ്ദേഹം പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. മൂലക വർഗീകരണത്തിൻ്റെ ചരിത്ര വഴികളിൽ നാഴികക്കല്ലായി മാറിയ പീരിയോഡിക് ടേബിൾ നിർമ്മിക്കുമ്പോൾ 63 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. അതായത് മെൻഡലിയേഫ് ആദ്യമായിട്ടൊരു പീരിയോഡിക് ടേബിൾ നിർമ്മിക്കാൻ തുടങ്ങുന്ന സമയത്ത് എത്ര മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്? 63 മൂലകങ്ങളാണ് അന്നുണ്ടായിരുന്നത്. അദ്ദേഹം എന്തു ചെയ്തു? ഈ 63 മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ ഒരു പട്ടികയായിട്ട് എഴുതി. അന്നറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ മെൻഡലിയേഫ് എന്തു ചെയ്തു? ഒരു പട്ടികയായിട്ട് എഴുതി. അങ്ങനെ അദ്ദേഹം ഒരു പട്ടികയായിട്ട് എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിലൊരു കാര്യം മനസ്സിലായി. ഇങ്ങനെ വിന്യസിക്കുമ്പോൾ മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചു. അതായത് അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ അദ്ദേഹം ഇങ്ങനെ ക്രമീകരിച്ച സമയത്ത് അദ്ദേഹത്തിനൊരു കാര്യം കാണാൻ കഴിഞ്ഞു. ക്രമമായ ഇടവേളകളിൽ ഈ ഒരു മൂലകങ്ങളുടെ ഗുണങ്ങൾ ആവർത്തിച്ചു വരുന്നു. അപ്പോൾ ഇപ്പം നേരത്തെ നമ്മൾ അഷ്ടമ നിയമത്തിലൊക്കെ കണ്ട പോലെ തന്നെ ഒന്നാമത്തെ മൂലകവും എട്ടാമത്തെ മൂലകവും ഒരേ സ്വഭാവം പ്രകടിപ്പിക്കുന്നു എന്ന് കണ്ടില്ലേ? അതേപോലെ തന്നെ മെൻഡലിയേഫ് അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ ഇങ്ങനെ വിന്യസിച്ച് കഴിഞ്ഞപ്പോൾ ആ പട്ടികയിൽ ക്രമമായ ഇടവേളകൾ കഴിയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അതേ മൂലകത്തിൻ്റെ സ്വഭാവം അടുത്തൊരു മൂലകത്തിനും കാണുന്നു. അങ്ങനെ ക്രമമായ ഇടവേളകളിൽ ഈ ഒരു മൂലകങ്ങളുടെ സ്വഭാവം ആവർത്തിക്കപ്പെടുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മെൻഡലിയേഫ് ഒരു പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചു. എന്താണ് മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് നിയമം? വളരെ ശ്രദ്ധിക്കുക, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് നിയമം എന്താണ് എന്നുള്ളത്. എന്താണ്? മൂലകങ്ങളുടെ രാസഗുണവും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങളുടെ രാസഗുണവും ഭൗതിക ഗുണവും അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. അങ്ങനെ പറയാൻ കാരണം അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് മെൻഡലിയേഫ് മൂലകങ്ങളെ വിന്യസിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും ഒരു ക്രമമായ ഇടവേളയ്ക്ക് ശേഷം ആവർത്തിച്ചു വരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊരു നിയമം
രൂപപ്പെടുത്തിയത്. എന്താണ്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താണ് മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് നിയമം? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലിയേഫ് മൂലകങ്ങളെ വിന്യസിച്ചത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് അല്ലെ? അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് മെൻഡലിയേഫ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് നിയമം എന്ന് പറയുന്നത് മൂലകങ്ങളുടെ രാസഗുണവും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഇനി മെൻഡലിയേഫ് ഉണ്ടാക്കിയ പീരിയോഡിക് ടേബിളാണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. മെൻഡലിയേഫ് അന്നുണ്ടാക്കിയ നമ്മുടെ ആദ്യത്തെ പീരിയോഡിക് ടേബിളാണ് ഇന്ന് കാണുന്നത്. അതായത് ഇന്നത്തെ നമ്മളെ പീരിയോഡിക് ടേബിൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലേ ഈ പീരിയോഡിക് ടേബിളിന്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഈ പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെ കുത്തനെയുള്ള കോളങ്ങളെയാണ് നമ്മൾ ഗ്രൂപ്പുകൾ എന്ന് പറയാം. കുത്തനെയുള്ള കോളങ്ങളാണ് ഗ്രൂപ്പുകൾ. ഇനി വിലങ്ങനെയുള്ള കോളങ്ങളാണ് പീരിയഡുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിൾ എത്ര ഗ്രൂപ്പുകളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ? 8 ഗ്രൂപ്പ്സ് ആണ് മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിൾ ഉള്ളത്. പീരിയഡ്സ് നോക്കിയേ, 1, 2, 3, 4, 5, 6 അല്ലേ? 6 പീരിയഡ്സുമാണ് മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഇനി ഈ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുറേ സ്പേസ് വേക്കൻ്റ് ആയിട്ടുണ്ട് അല്ലേ? കുറേ കോളംസ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഫില്ല് ചെയ്യാതെ കുറേ കോളംസ് വേക്കൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഈ ഒരു പീരിയോഡിക് ടേബിൾ നോക്കിയാൽ അറിയാം. ഇതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് കണ്ടില്ലേ? ഫസ്റ്റ് ഗ്രൂപ്പിൽ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കോപ്പർ, റുബീഡിയം, സിൽവർ, സീസിയം, ഗോൾഡ്, അങ്ങനെ മൂലകങ്ങളെയൊക്കെ ഓരോ ഗ്രൂപ്പിലും പീരീഡിലുമായിട്ട് അദ്ദേഹം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ ഇങ്ങനെ മൂലകങ്ങളെ ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരേ ഗ്രൂപ്പിൽ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങളൊക്കെ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. അപ്പോൾ ഈ മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിന് കുറേ ഗുണങ്ങളുമുണ്ട്, കുറേ ദോഷങ്ങളുമുണ്ട്. അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ നമ്മളിപ്പോഴും മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളല്ലേ യൂസ് ചെയ്യുക. പക്ഷേ ഇപ്പം നമ്മൾ ആധുനിക പീരിയോഡിക് ടേബിൾ കണ്ടെത്താൻ കാരണം ഇതിന് കുറേ പോരായ്മകൾ ഉള്ളത് കൊണ്ടാണ് അല്ലേ? അപ്പോൾ മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകളും പോരായ്മകളുമാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത്. മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ. ഒന്നാമത്തത്, സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചു. ഇത് രസതന്ത്ര പഠനം എളുപ്പമാക്കി. അദ്ദേഹം എന്ത് ചെയ്തു? മെൻഡലിയേഫ് അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഒരേ ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ രസതന്ത്രത്തിലെ പഠനം കുറേ കൂടി എളുപ്പമായി. കാരണം ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ വരുന്ന എല്ലാ മൂലകങ്ങൾക്കും ഏകദേശം ഒരേ സ്വഭാവമാണല്ലോ. അപ്പോൾ അവരെ ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ സ്വഭാവം പഠിച്ചാൽ മതി. ആ രീതിയിലുള്ള ഒരു പഠനം എളുപ്പമായിട്ട് മാറി. ഇപ്പോൾ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചു. ഇത് രസതന്ത്ര പഠനം കൂടുതൽ എളുപ്പമാക്കി. അതാണ് ഒന്നാമത്തെ കാര്യം. ഇത്തരത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചൊരു പട്ടിക ഉണ്ടാക്കിയത് കൊണ്ട് ഈ മൂലകങ്ങളെക്കുറിച്ചുള്ള പഠനമൊക്കെ എളുപ്പമായിട്ട് മാറി. ഇനി അടുത്തത്, ചില മൂലകങ്ങൾ അറ്റോമിക മാസുകളുടെ ആരോഹണക്രമം കൃത്യമായി പാലിച്ചില്ല. ഇതിന് കാരണം അറ്റോമിക മാസ് നിർണയത്തിലെ അപാകതയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പിന്നീട് അറ്റോമിക മാസ് പുനർനിർണയിക്കുന്നതിന് ഇത് കാരണമാവുകയും ചെയ്തു. അതായത് മെൻഡലിയേഫ് മൂലകങ്ങളെ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമമായിട്ട് എഴുതിയപ്പോൾ അദ്ദേഹത്തിന് അതിൽ ചെറിയ തെറ്റുകൾ കാണാൻ കഴിഞ്ഞു. അതായത് ചില മൂലകങ്ങളുടെ അറ്റോമിക മാസ് അന്ന് കണ്ടെത്തിയിരുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം എന്താണ്? ഒരേ സ്വഭാവമുള്ളത് ഒരേ ഗ്രൂപ്പിലാണല്ലോ വരേണ്ടത്. അപ്പോൾ ചില മൂലകങ്ങൾ അറ്റോമിക മാസ് അന്ന് കണ്ടെത്തിയത് തെറ്റായതുകൊണ്ടാണ് ഇത് സ്ഥാനം മാറി വന്നത്. അല്ലെങ്കിൽ ഇത് ഇവിടെ വരേണ്ടതായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തെറ്റായിട്ട് നിർണയിച്ചിരുന്ന ചില അറ്റോമിക മാസുകൾ പുനർനിർണയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതൊരു വലിയ നേട്ടമായിരുന്നു. അതിനൊരു എക്സാമ്പിളാണ് ബെറിലിയത്തിൻ്റെ അറ്റോമിക മാസ് 14 അന്ന് കണ്ടെത്തിയിരുന്നത്.
അത് 9 എന്ന് അദ്ദേഹം കണ്ടെത്തി. 14 അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ക്രമീകരിച്ച് വന്നപ്പോൾ ബെർലിയത്തിൻ്റെ അറ്റോമിക മാസ് 14 9 എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ നേട്ടമായിരുന്നു. അത് ഈ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ മേന്മയായിരുന്നു. ചില മൂലകങ്ങളുടെയൊക്കെ അറ്റോമിക മാസുകളുടെ ആരോഹണക്രമം കൃത്യമായിട്ട് പാലിച്ചില്ല. അതിന് കാരണം അറ്റോമിക മാസ് നിർണ്ണയത്തിലുള്ള അപാകതയാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയും ഈ അറ്റോമിക മാസിലുള്ള അപാകത പുനർനിർണ്ണയിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. അതിനൊരു എക്സാമ്പിളാണ് ബെറിലിയത്തിൻ്റെ അറ്റോമിക മാസ് 14 നിന്നും 9 പുനർനിർണ്ണയിച്ചു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേന്മ എന്ന് പറയുന്നത് കണ്ടെത്തപ്പെടാനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനമൊഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കണ്ടില്ലേ ഓരോ സ്ഥലം ഇങ്ങനെ ഡാഷ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഈ മൂലകങ്ങളൊക്കെ ഇവിടെ ഇനി കണ്ടെത്തപ്പെടാനുള്ള മൂലകങ്ങളാണ്. ഇനി ഭാവിയിൽ കണ്ടെത്താൻ സാധ്യതയുള്ള മൂലകങ്ങൾക്ക് അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു പീരിയോഡിക് ടേബിളിൽ ചില സ്പേസുകൾ ഒഴിച്ചു വിട്ടു. അപ്പം ഇതെന്ത് ചെയ്തു, അപ്പോൾ ആ മൂലകങ്ങൾ കണ്ടെത്താനൊക്കെ കുറേ കൂടി എളുപ്പമായി. ഭാവിയിൽ ഈ മൂലകം കണ്ടെത്താനുണ്ടെന്നും അതിൻ്റെ ഗുണങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ മൂലകങ്ങളെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ മറ്റ് ശാസ്ത്രജ്ഞന്മാർക്ക് കഴിയുകയും ചെയ്തു. അപ്പം ഇനിയും കണ്ടെത്താനുള്ള മൂലകങ്ങൾക്ക് അദ്ദേഹം സ്ഥലങ്ങൾ ഈ ഒരു പീരിയോഡിക് ടേബിളിൽ സ്പേസ് ഒഴിച്ചു വിട്ടു. അവയുടെയൊക്കെ ഗുണങ്ങൾ, ഈ കണ്ടെത്താനുള്ള ഈ മൂലകങ്ങളുടെ ഗുണങ്ങൾ അദ്ദേഹം അന്നേ പ്രവചിച്ചു. കാരണം ഈ സ്ഥലത്താണ് ഇവർ വരുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഗ്രൂപ്പിലെ മറ്റ് മൂലകങ്ങളുടെ സ്വഭാവമായിരിക്കും ഇവയ്ക്കും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, അവയുടെ സ്വഭാവങ്ങളൊക്കെ അതിൻ്റെ സ്വഭാവങ്ങൾ പ്രവചിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ സഹായകരമായി. ഭാവിയിൽ ആ മൂലകങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ മറ്റുള്ളവർക്ക് അത് എളുപ്പമായി തീർന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിരുന്നു ഈ പീരിയോഡിക് ടേബിളിൻ്റെ. എന്താണ്, കണ്ടെത്താനുള്ള മൂലകങ്ങൾക്ക് സ്ഥലം ഒഴിച്ചുവിട്ടിരുന്നു. ഇത്രയാണ് മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് ഇത്രയൊക്കെ മേന്മകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ പീരിയോഡിക് ടേബിളിന് ഒരുപാട് പോരായ്മകളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ പോരായ്മകൾ എന്ന് നോക്കാം. ഒന്നാമത്തെ പോരായ്മ, ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് അദ്ദേഹം ഇങ്ങനെ അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമത്തിൽ ഇങ്ങനെ എഴുതി വന്നപ്പോൾ കുറേയൊക്കെ ശരിയായിരുന്നു, ഒരേ സ്വഭാവമുള്ളത് ഒരേ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള ചില മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ പെട്ടിരുന്നു. അതിന് എക്സാമ്പിളാണ് സോഡിയം, പൊട്ടാസ്യം. ഈ മൂലകങ്ങളൊക്കെ എന്താണ്, വളരെ മൃദുവായിട്ടുള്ള ലോഹങ്ങളാണ്. സോഡിയം, പൊട്ടാസ്യമൊക്കെ നമുക്ക് കൈകൊണ്ട് പോലും മുറിക്കാൻ പറ്റുന്ന ലോഹങ്ങൾ, അത്രയും മൃദുവായ ലോഹങ്ങളാണ്. ഈ മൃദു ലോഹങ്ങളോടൊപ്പം കോപ്പർ, സിൽവർ മുതലായ കാഠിന്യം കൂടിയ ലോഹങ്ങളെ ഉൾപ്പെടുത്തി. നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കി നോക്കാം. ഇത് നോക്കൂ, ഒന്നാമത്തെ ഗ്രൂപ്പിൽ കണ്ടില്ലേ സോഡിയം, പൊട്ടാസ്യം. ഈ സോഡിയവും പൊട്ടാസ്യവും വളരെ മൃദുവായ ലോഹങ്ങളാണ്. പക്ഷേ ഇവയുടെ അതേ ഗ്രൂപ്പിലാണ് വളരെ കാഠിന്യം കൂടിയ കോപ്പർ, ചെമ്പും അതുപോലെ സിൽവറും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിലൊരു മിസ്റ്റേക്ക് ഇല്ലേ? കാരണം സ്വഭാവങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ളത് ഒരേ ഗ്രൂപ്പിൽ വന്നു അല്ലേ. അപ്പം മൃദുലോഹങ്ങളായ സോഡിയം, പൊട്ടാസ്യം എന്നിവയോടൊപ്പം കോപ്പർ, സിൽവർ എന്നീ കാഠിന്യം കൂടിയ ലോഹങ്ങൾ വന്നു. അതൊരു പ്രശ്നമായിരുന്നു. ഇനി രണ്ടാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന മൂലകത്തിന് ഒരു കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ ഹൈഡ്രജൻ എവിടെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങൾക്കൊപ്പം അലോഹമായ ഹൈഡ്രജന് സ്ഥാനം നൽകി. ഈ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ അറിയാം, നമ്മുടെ ഹൈഡ്രജൻ ഇതാ ഇവിടെ ഈ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഫസ്റ്റത്തെ മൂലകമാണ് ഹൈഡ്രജൻ അല്ലേ. ഈ ഹൈഡ്രജൻ ഒരു അലോഹമാണ്. പക്ഷേ ഈ ഹൈഡ്രജന് സ്ഥാനം നൽകിയിട്ടുള്ളത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കോപ്പർ മുതലായ ലോഹങ്ങളുടെ കൂടെയാണ്. ഒരിക്കലും ഹൈഡ്രജൻ ഇവയുമായിട്ട് യാതൊരു സാമ്യവുമില്ല. എന്നിട്ടും ഹൈഡ്രജൻ ഇവിടെയാണ് സ്ഥാനം നൽകിയത്. അപ്പോൾ ഹൈഡ്രജന് കൃത്യമായ ഒരു സ്ഥാനം നൽകാൻ മെൻഡലിയേഫിന് കഴിഞ്ഞില്ല. അലോഹമായ ഹൈഡ്രജന് ലോഹങ്ങളായ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കോപ്പർ മുതലായവയുടെ കൂടെയാണ് സ്ഥാനം നൽകിയത്. നമ്മുടെ ഇന്നത്തെ പീരിയോഡിക് ടേബിളിലായാലും ഹൈഡ്രജൻ്റെ സ്ഥാനം ഒരു പോരായ്മ തന്നെയാണ്. അപ്പം അന്നത്തെ മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളും ഇതേ പോരായ്മ ഉണ്ടായിരുന്നു. ഹൈഡ്രജന് ഒരു കൃത്യമായ സ്ഥാനം നൽകാൻ ആർക്ക് കഴിഞ്ഞില്ല? മെൻഡലിയേഫിന് കഴിഞ്ഞില്ല. ഇനി അവസാനത്തെ പോരായ്മ എന്ന് പറയുന്നത് അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം എല്ലായിടത്തും പാലിക്കാൻ കഴിഞ്ഞില്ല. എല്ലായിടത്തും എന്ത് ചെയ്തിട്ടില്ല? അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം കൃത്യമായിട്ട് പാലിച്ചിട്ടില്ല. എവിടെയാ നോക്കാം?
ഇവിടെ നോക്കൂ, കൊബാൾട്ടും നിക്കലും നോക്കൂ. കൊബാൾട്ടിൻ്റെത് 58.93 ആണ്, നിക്കലിൻ്റെത് 58.71. ശരിക്കും ആരാണ് ആദ്യം വരേണ്ടത്? നിക്കലാണ് ആദ്യം വരേണ്ടത് അല്ലേ? നിക്കലിൻ്റെ അല്ലേ അറ്റോമിക മാസ് കുറവ്, എന്നിട്ടല്ലേ കൊബാൾട്ട് വരിക. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് ആ ഒരു ആരോഹണക്രമം പാലിച്ചിട്ടില്ല. പിന്നെ വരുന്നത് നമ്മുടെ ടെലൂറിയം അയഡിന് നോക്കൂ. ടെലൂറിയത്തിന് 127.60, അയഡിന് 126.9. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്തിട്ടില്ല, അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം കൃത്യമായിട്ട് പാലിച്ചില്ല. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ 3 പോരായ്മകളാണുള്ളത്. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ പെടുത്തിയിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് സോഡിയം, പൊട്ടാസ്യം പോലുള്ള മൃദുവായ ലോഹത്തോടൊപ്പം കോപ്പർ, സിൽവർ എന്നിവയെ ഉൾപ്പെടുത്തിയത്. രണ്ടാമത്തത്, ഹൈഡ്രജൻ എന്ന മൂലകത്തിനൊരു കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. അലോഹമായ ഹൈഡ്രജന് ലോഹങ്ങളുടെ കൂടെയാണ് സ്ഥാനം നൽകിയത്. മൂന്നാമത്തത്, അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം കൃത്യമായിട്ട് എല്ലായിടത്തും പാലിക്കാൻ കഴിഞ്ഞില്ല. കൊബാൾട്ട്, നിക്കൽ, അതുപോലെ ടെലൂറിയം, അയഡിൻ ഈ കേസിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് പാലിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയായിരുന്നു മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതികൾ എന്ന് പറയുന്നത്. ഇത്രയും പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിന് ശേഷം പുതിയൊരു പീരിയോഡിക് ടേബിൾ രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അല്ലേ? അങ്ങനെയാണ് നമ്മൾ എവിടേക്ക് എത്തിയത്? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക പീരിയോഡിക് ടേബിളിലേക്ക് എത്തിയത്. 1869 മെൻഡലിയേഫ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുമ്പോൾ ആറ്റം ഘടനയെക്കുറിച്ചും ആറ്റത്തിലെ മൗലിക കണങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല. അത് മെൻഡലിയേഫ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കുമ്പോൾ ആകെ അറിയാവുന്ന കാര്യം അറ്റോമിക മാസിനെ കുറിച്ച് മാത്രമാണ്. പിന്നെയല്ലേ പ്രോട്ടോണ്, ഇലക്ട്രോണൊക്കെ അതിനുള്ളിലുണ്ടെന്നും ആറ്റത്തിനുള്ളിൽ വേറെയും കണങ്ങളുണ്ടെന്നും ആറ്റത്തിനെ വിഭജിക്കാൻ പറ്റുമെന്നൊക്കെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ പിന്നീട് എന്ത് ചെയ്തു, അറ്റോമിക മാസിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടെന്നും ഇപ്പം മോസ്ലി എന്ന ശാസ്ത്രജ്ഞൻ തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ഒരു ക്രമ നമ്പർ നൽകി. അതായത് മെൻഡലിയേഫിൻ്റെ കാലത്ത് എന്തുണ്ടായിരുന്നില്ല, ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഒന്നും ഉണ്ട് എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അറ്റോമിക മാസിനെ കുറിച്ച് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ മോസ്ലിയാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളൊക്കെ നടത്തുകയും മൂലകങ്ങളുടെ അറ്റോമിക നമ്പർ കണ്ടെത്തുകയും ചെയ്തത്. അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലേ? അപ്പോൾ ഈ ഒരു മോസ്ലി എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളിലൂടെ മൂലകങ്ങൾക്കൊരു ക്രമ നമ്പർ നൽകി. ഈ ക്രമ നമ്പറിനെയാണ് അദ്ദേഹം അറ്റോമിക നമ്പർ എന്ന് വിളിച്ചത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചു. അപ്പോൾ മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് നിയമം നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പം മോസ്ലി പുതിയതായിട്ട് എന്ത് കണ്ടെത്തി? അറ്റോമിക നമ്പർ കണ്ടെത്തി മൂലകങ്ങളുടെ. അങ്ങനെ മോസ്ലി ഒരു പുതിയ പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചു. എന്താണ് മോസ്ലിയുടെ പീരിയോഡിക് നിയമം? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. അപ്പം അറ്റോമിക മാസ് അല്ല പ്രധാനപ്പെട്ടത്, എന്താണ്? അറ്റോമിക നമ്പറാണ്. അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വിന്യസിക്കേണ്ടത് എന്ന് മോസ്ലി കണ്ടെത്തി. അപ്പം മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഇതാണ് മോസ്ലി ആവിഷ്കരിച്ച ആധുനിക പീരിയോഡിക് നിയമം. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് നിയമം, അതുപോലെ ആധുനിക പീരിയോഡിക് നിയമം. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മോസ്ലി എന്ത് ചെയ്തു? മൂലകങ്ങളെ അറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ വിന്യസിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മൂലകങ്ങളെ അറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിലാണ് വിന്യസിച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെ വിന്യസിച്ചിട്ടുണ്ടാക്കിയ ആധുനിക പീരിയോഡിക് ടേബിളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഇന്ന് ഏകദേശം 120ഓളം മൂലകങ്ങളാണ് പീരിയോഡിക് ടേബിളിലുള്ളത്. അതിനെ ഗ്രൂപ്പുകളിലും പീരിയഡുകളിലുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇങ്ങനെ കുത്തനെ കാണുന്ന കോളങ്ങളാണ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ വിലങ്ങനെയുള്ള നിരകളാണ് പീരിയഡുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആധുനിക പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? 1, 2, 3, 4,
5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. 18 ഗ്രൂപ്പുകളാണ് നമ്മുടെ ആധുനിക പീരിയോഡിക് ടേബിളിലുള്ളത്. എത്ര പീരിയഡുകളുണ്ട്? 1, 2, 3, 4, 5, 6, 7. 7 പീരിയഡുകളാണുള്ളത്. ഇതിനെ വേറൊരു പീരിയഡായിട്ട് നമ്മൾ കണക്കാക്കില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ 57ാമത്തെ മൂലകം കഴിഞ്ഞിട്ട് 57ാമത്തെ മൂലകം മുതൽ താഴേക്ക് എഴുതിയിട്ടുള്ളതാണ്. അതിന് കാരണം ഇവയ്ക്ക് ചില പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ്. ഈ ഒരു നിര വരുന്നത് 6ാമത്തെ പീരീഡിലാണ്, ഈ ഒരു നിര വരുന്നത് 7ാമത്തെ പീരീഡിലാണ്. പക്ഷേ അവയുടെ സ്വഭാവത്തിനനുസരിച്ച് തരംതിരിച്ചപ്പോൾ അവ താഴേക്ക് പ്രത്യേകമായിട്ട് എഴുതിയെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ആധുനിക പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളുമാണുള്ളത്. ഇത്രയാണ്. ആകെ പീരിയഡുകളുടെ എണ്ണം 7ആണ്. ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം 18ആണ്. മറ്റേ മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു? എത്ര ഗ്രൂപ്പാണ് ആകെ ഉണ്ടായിരുന്നത്? 8 ഗ്രൂപ്പുകളും അതുപോലെ 6 പീരീഡും ഉണ്ടായിരുന്നത്. ആധുനിക പീരിയോഡിക് ടേബിളിൽ 7 പീരീഡുകളും ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് 18ആണ്. അതിൽ തന്നെ ഏറ്റവും ചെറിയ പീരീഡ്, ആധുനിക പീരിയോഡിക് ടേബിൾ ഏറ്റവും ചെറിയ പീരീഡ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ പീരീഡാണ്. ഫസ്റ്റത്തെ പീരീഡിൽ ആകെ ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഉള്ളൂ. അപ്പോൾ 1ാമത്തെ പീരീഡാണ് ഏറ്റവും ചെറിയ പീരീഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ആധുനിക പീരിയോഡിക് ടേബിളിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം മൂലക വർഗീകരണത്തിൻ്റെ ചരിത്രം ഇവിടെ പൂർത്തിയായി. ആധുനിക പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയതോടെ ചരിത്രം അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ വിവിധ പ്രത്യേകതകളാണ് പഠിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം എല്ലാവരും ഇപ്പോൾ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.